ഓക്കെ. എനിക്ക് ഇന്ന് കുറച്ച് നമ്മളെ പറ്റി തന്നെ കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതായത് ബി യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കണം എപ്പോഴും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ നമ്മുടെ കൂടെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മളെപ്പോഴും അവരോട് സംസാരിക്കും. അതുപോലെ തന്നെ അവർ നമ്മളോടും സംസാരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മറക്കരുത്, അവരാണ്, നമ്മളാണ്. അതായത് വി ആർ ഡിഫറെൻറ്റ് പീപ്പിൾ. സോ നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യണം. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് ഒരു തെറ്റ് പറ്റിപ്പോയി. എന്താണെന്ന് വെച്ചാൽ, ഇത് കുറേ മുന്നേ നടന്നൊരു കാര്യമാണ്. അവരെന്ത് കാര്യങ്ങളാണോ ഇഷ്ടപ്പെടുന്നത് അത് തന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവരെന്താണോ പറയുന്നത് അതിനോട് ഞാൻ യോജിക്കാൻ തുടങ്ങി. അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെ ഞാനും ചെയ്യാൻ തുടങ്ങി. ബട്ട് ഗ്രാജുവലി അത് കൊണ്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കൊരു സെൽഫ് ഉണ്ടാവില്ലേ? നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. ഇതൊക്കെ മെല്ലെ മെല്ലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അടുത്തുനിന്ന് പോകും. അറ്റ് ലാസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യും. അറ്റ് ലാസ്റ്റ് നമുക്ക് ആ പേഴ്സണോട് തന്നെ, അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാരാണോ അവരോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നും. അവർ കാരണം എനിക്ക് എൻ്റെ എല്ലാം പോയെന്നൊരു ഒരു ഗിൽറ്റി ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ ആരുടെ കൂടെയാണോ എന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ബി യുവർ സെൽഫ്. നിങ്ങളായിട്ട് അവരോടൊപ്പം ഇരിക്കുക. അവരായിട്ട് നിങ്ങളോടൊപ്പം ഇരിക്കും. നമുക്കിടയിൽ വേണ്ടത് റെസ്പെക്റ്റ്, ലവ്. അല്ലാതെ നമ്മളൊരാൾക്ക് വേണ്ടി മാറേണ്ട ഒരു കാര്യമില്ല. അതിൽ അറ്റ് ലാസ്റ്റ് നമ്മൾ സ്വയം തന്നെയാണ് നമുക്ക് തന്നെയാണ് മനപ്രയാസം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സോ ബി യുവർ സെൽഫ് ആൾവേസ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.